ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മളെ തന്നെ ആവശ്യമായിട്ട് കുറേ പൈസ പോകുന്നുണ്ട്. കമ്പനിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. റീസെൻ്റ്ലി എൻ്റെ അനിയത്തിക്ക് ഒരു മാക്ബുക്ക് ഞാൻ ആമസോണിൽ ക്രെഡിറ്റ് കാർഡ് വഴി പർച്ചേസ് ചെയ്തപ്പോഴാണ് ഈ ഹാർഷിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞിട്ടുള്ള EMI സ്റ്റേറ്റ്മെൻറ്റുള്ള എമൗണ്ട് അല്ലായിരുന്നു ഞാൻ ഓരോ മാസമായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ തവണ EMIയിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് 18% GST നമ്മൾ മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പൈസ പോകുന്നുണ്ട്, അതിന് പുറമെ 18% GST അല്ലാതെയും പോകുന്നുണ്ട്. നമ്മൾ EMI കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഉണ്ടാകുന്ന എമൗണ്ട് അല്ല നമ്മൾ ആക്ച്വലി പേ ചെയ്ത് തരുന്ന സമയത്ത് നമ്മുടെ നിന്ന് പിടിക്കുക. 1000 രൂപയാണ് നമ്മൾ മാസം നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് 18% GST വരികയാണെന്നുണ്ടെങ്കിൽ 180 രൂപ ഒരു 10 തവണ കൊടുക്കുകയാണെങ്കിൽ 1800 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് വെറുതെ പോവുകയാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് ഓൾറെഡി നമ്മൾ ഇതിന് പൈസ പോകുന്നുണ്ട്, അതിന് പുറമെ GST പോകാന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ് നമ്മൾ ഇതിന് പോകുന്നത്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് നോക്കണം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കാൻ പറയുക, ഇതുപോലെ ക്രെഡിറ്റ് കാർഡിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിലും നമുക്ക് GST അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിന് പുറമെ നമുക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ടും എല്ലാ ചാർജായിട്ടും പിന്നെയും ചാർജസ് ഒരുപാട് പൈസ പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് കുറേ പൈസ ഈ ഒരു ഇതിൽ പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം.